ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് സ്റ്റിക്കി നോട്ട്സ് ഇതുപോലെയുള്ള ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു പീസ് ഓഫ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കളേർഡ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പ്ലെയിൻ പേപ്പർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ചാർട്ടിൽ നിന്ന് കട്ട് ചെയ്താലും എടുക്കാം. ഞാനിപ്പോൾ നോർമലായിട്ടുള്ള ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിനെ രണ്ടായിട്ട് മടക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ മടക്കിയ പോർഷൻ നടുക്ക് നമുക്കൊന്ന് കറക്റ്റ് ലെവലിന് വയ്ക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. നടുക്കുന്ന തന്നെ കട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പാറ്റേൺസ് ഉള്ള പേപ്പറും എടുക്കാം കേട്ടോ. ഞാൻ പാറ്റേൺസ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വേറൊരു സ്റ്റിക്കി നോട്ടിൽ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കട്ട് ചെയ്ത രണ്ട് പേപ്പറിനെയും കൂടെ നടുക്കുന്ന കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള സ്റ്റിക്കി നോട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള ഷേപ്പിന് കട്ട് ചെയ്താൽ മതി. അപ്പം അതിനനുസരിച്ചുള്ള സ്റ്റിക്കി നോട്ട് കിട്ടും. ഏത് ഷേപ്പ് വേണോ കട്ട് ചെയ്യും. ഇപ്പോൾ റെക്റ്റാങ്കിളാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇപ്പം ഞാൻ കട്ട് ചെയ്ത സ്റ്റിക്കി നോട്ടിന് ഒന്ന് നടുക്കുന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇച്ചിരി കുഞ്ഞായിട്ട് വേണം ആണുള്ളത് കേട്ടോ ആഗ്രഹം. വേണമെങ്കിൽ ഈ ഒരു ഷേപ്പിന് തന്നെ നമുക്ക് നിർത്താം. വേണമെങ്കിൽ കട്ട് ചെയ്താൽ മതി. ഇപ്പം ഞാൻ 4 പീസ്, അപ്പം 8 പീസ് ആവുമല്ലോ. അതിന് ഞാൻ നടുക്കുന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എന്നിട്ട് ഒരേ ലെവലിന് കട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ലാസ്റ്റ് ഒന്ന് ഒരുമിച്ച് ഗം ചെയ്തിട്ട് കട്ട് ചെയ്താലും മതി. അപ്പം നമുക്ക് സ്റ്റിക്കി നോട്ട് ഓരോന്നും മേലെ ഒട്ടിച്ചു കൊടുക്കാം. മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഒരു ടിപ്പായിട്ട് ചെയ്യുന്നത്, നമുക്ക് ഗമ്മ തേക്കാൻ 2 കൈയിൽ പിടിച്ചിട്ട് തേക്കാൻ പാടാണെങ്കിൽ ആ ഒരു സർഫസിലൊന്ന് ഒട്ടിച്ച് കുറച്ച് ഗമ്മ തേച്ച് ആ സ്റ്റിക്കി നോട്ട് ഒന്ന് വയ്ക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഗമ്മ തേക്കുക. ഓരോ പേപ്പേഴ്സായിട്ട് നമ്മൾ കട്ട് ചെയ്തത് ഒട്ടിച്ച് കൊടുത്താൽ മതി. ലാസ്റ്റ് വരുന്ന പേപ്പർ ഉണ്ടല്ലോ, അതായത് ലാസ്റ്റ് ഉണ്ടാവുന്ന ആ ഒരു ലാസ്റ്റ് പീസ് ഓഫ് പേപ്പർ, 8ാമത്തെ ഷീറ്റ് മാത്രം ഈ സർഫസിൽ ഒട്ടിച്ചേക്കുന്ന സ്റ്റിക്കി നോട്ട് ഫുൾ അതിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ലാസ്റ്റ് ആ മാറ്റി വെച്ചിരുന്ന ഒരു സ്റ്റിക്കി നോട്ട് ലാസ്റ്റ് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതാകുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതുപോലെ ഒരു കൈ കൊണ്ട് തന്നെ ഒട്ടിച്ച് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നോർമലായിട്ട് ഒട്ടിച്ചാൽ മതി. ഒരു മെനക്കേടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിക്കാം. ഇത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇതുപോലെ ഇളക്കി മാറ്റാം. ഫുൾ സ്റ്റിക്കി നോട്ടിനെയും ഇതുപോലെ ഇളക്കി എടുക്കാനും പറ്റണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നല്ല ഒട്ടുന്ന ഗമ്മ എടുക്കരുത് കേട്ടോ. കുറച്ച് ഒട്ടുന്ന ഗമ്മ വേണം ഇതിനെടുക്കാനായിട്ടുള്ളത്. ഇല്ലെങ്കിൽ പേപ്പേഴ്സ് നമുക്കിങ്ങനെ ഇളക്കി മാറ്റാൻ പറ്റില്ല. ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് കട്ടിയുള്ള ഗമ്മായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇളകി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇതുപോലെ അതിൽ നിന്ന് ഇളക്കി മാറ്റാൻ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ ഇളക്കി മാറ്റിയിട്ട് അതിൻ്റെ ബാക്കിൽ യൂഷ്വലി ഒട്ടിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതാകുമ്പം ഗം എക്സ്ട്രാ അവിടെ നിന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരുന്നോളും. ഇതാവണ്ടില്ലേ. അതുപോലെ പാറ്റേൺ പേപ്പേഴ്സ് ആയാലും യൂസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ഗം എടുക്കുക. ഇതിന് ഫെവിക്കോളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം നല്ലോണം ഒട്ടിപ്പിടിക്കും. പിന്നെ നമുക്ക് അതിൽ നിന്ന് ഇളക്കി എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് പക്ഷേ കുറവുള്ള ഗമ്മ നോക്കി എടുക്കണം. പിന്നെ ലെവലാക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് സ്റ്റിക്കി നോട്ട്സിനെ നല്ല രീതിക്ക് ലെവലാക്കി കൊടുക്കാം. ഞാൻ 4 സൈഡിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് ഒരേ ലെവലിനാക്കി എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. ആദ്യമേ നേരെ കട്ട് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. ഞാനത് നേരെ കട്ട് ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ ആദ്യം ഇതുപോലെ വേറെ കളർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ റെഫറൻസ് വെച്ചിട്ടാണ് ഷേപ്പ് കറക്റ്റായിട്ട് ഒരേ ലെവലിന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പല കളേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഉണ്ടാക്കിയതായിരുന്നു. യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഞാൻ ക്യാൻഡി കളേഴ്സാണ് കൂടുതലും ഉണ്ടാക്കിയിട്ടുള്ളത്. പാറ്റേൺസ് വരച്ചതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ മെയിൻ പ്രശ്നം പറ്റിയത്, കുറച്ച് ഞാൻ ഗമ്മ് കൂടുതൽ പശയുള്ളതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗമ്മ്. ഇനി നമുക്കിതിനെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഇല്ലെങ്കിൽ മേലെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അതാകുമ്പോൾ ഒരു സെറ്റായിട്ടിരിക്കും. അതൊന്നും ഇമ്പോർട്ടൻ്റ് ഇല്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒരുമിച്ച് തന്നെ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഏത് ഗമ്മ വേണോ യൂസ് ചെയ്യാം. ഇതിന് ഏത് ഗമ്മ വേണോ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ എന്നാലും അതിൽ നിന്ന് ഇളകി വരണം, അതാണ് മെയിൻ ഫാക്ടർ. പിന്നെ ഒന്ന് സൈഡിൽ എന്തെങ്കിലുമൊക്കെ വീണ്ടും ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എക്സസ് ആയിട്ട് വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും നല്ല ലെവലാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ സ്റ്റിക്കി നോട്ട്സ് കിട്ടും. പല ഷേപ്പിനും നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് പാറ്റേൺസൊക്കെ ഉള്ളതാണ്
ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇളകി വരുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞു ഗമ്മ എനിക്ക് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു, അതാണ് പറ്റിപ്പോയ പ്രശ്നം. ഇവിടെ ഇളകി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഒട്ടിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഒട്ടിച്ച് നോക്കാം കേട്ടോ. ഒരു പേപ്പറിൽ ഒട്ടുന്നുണ്ട്. നമുക്ക് പിന്നെ ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയത്, തിരിഞ്ഞു പോയി പാറ്റേൺ വരച്ചത്. അതുകൊണ്ട് അത് കണ്ടില്ല, അതുകൊണ്ട് വലിയ ഗുണമുണ്ടായില്ല കേട്ടോ പാറ്റേൺ വരച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നേരെ കാണാനും പറ്റിയില്ല ആ പാറ്റേൺ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.